ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഡിസൈനിങ്ങിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ടെക്നിക്കിലേക്ക് കിടക്കുകയാണ്. അതിന് മുൻപായിട്ട് പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഇപ്പോൾ ഈ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ നമ്മുടെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഏതൊരാൾക്കും ക്യാൻവ എന്ന് പറയുന്നത് അവരുടെ ലൈഫിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്കില്ല് നിങ്ങൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല രീതിയിലുള്ള ഇൻകം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് ഓഫ് ഓൾ, ബിസിനസ് ഓണേഴ്സിനാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിസൈൻ നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനർക്ക് കൊടുക്കേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് പലരും 100 രൂപ മുതൽ 700 രൂപ വരെ ചാർജ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 700 രൂപയിൽ തുടങ്ങിയിട്ട് 3000 4000 പെർ ഡിസൈനിന് വാങ്ങുന്ന ആളുകളുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് പേരുടെ അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഫൈവർ, അപ്വർക്ക് പോലെ നെറ്റ്വർക്കിലൊക്കെ. നമുക്ക് നോക്കാം, നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് 1-2 ദിവസം നമുക്ക് ആ ഫ്രീലാൻസിംഗ് ഒക്കെ എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇൻകം, നമുക്ക് ഒരു നല്ല റവന്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്യാൻവ നമ്മളെ സഹായിക്കും. നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസം കൂടുന്തോറും ഓരോ കണ്ടൻറ്റുകളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മുടെ റീചാർജ് ചെയ്യുന്ന ഡാറ്റ സർവീസുകൾക്കൊക്കെയുള്ള പ്രൈസ് കൂട്ടിയെടുക്കുന്നത്. പെർ മന്ത് ആദ്യം ഒരു 199 രൂപയൊക്കെ ഉണ്ടായിരുന്ന പ്ലാനുകൾ ഇപ്പോൾ 249 രൂപയാവുന്നു. അതുപോലെ 250, 249 ഒക്കെ ഉണ്ടായിരുന്ന പ്ലാനുകൾ ഇപ്പോൾ 300 രൂപയാവുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വന്നിട്ട് മാറ്റങ്ങളാണ്. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും വില കൂടി പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് അഡീഷണൽ ഇൻകം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതൊരു സപ്പോർട്ടായിരിക്കും, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ ക്യാൻവ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസൈനിങ് മാർക്കറ്റിനകത്ത് യൂഷ്വൽ ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയ ഡിസൈൻ എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കാം. സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ എന്ന് കൊടുക്കാം. പോസ്റ്റർ ഡിസൈൻ എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻവ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളും അല്ലെങ്കിൽ യാഹൂ, ബിങ് ഒക്കെ പോലെ തന്നെ ഒരു സെർച്ച് എഞ്ചിനാണ്. അതായത് നമുക്ക് ഡിസൈനുകൾ, ടെംപ്ലേറ്റുകൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം. നമുക്ക് വരുന്നത് അതിൻ്റെ ആർട്ടിക്കിളോ കാര്യങ്ങളൊന്നുമല്ല, ഈ ക്യാൻവയ്ക്കകത്ത് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത്. ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഒരു ടേം ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഡിസൈനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ നടത്തുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സെർച്ച് ഐക്കണിൽ വന്നതിന് ശേഷം റെസ്റ്റോറൻറ്റ് പോസ്റ്റേഴ്സ്, ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നൊരു ടേമാണ് റെസ്റ്റോറൻറ്റ് പോസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് കാണാം. ഈ വർക്കുകളൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിൻ്റെ ടൈം നമുക്ക് ഒരുപാട് വേണം. 1, 2 നല്ല ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് നമുക്കിവിടെ കാണുന്ന ഈ ഒരു ബർഗറിൻ്റെ ചിത്രം കണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് എലമെൻറ്റുകൾ ഇങ്ങനെ വെക്കണം, ടെക്സ്റ്റ് ഇങ്ങനെ വെക്കണം, ഈ ടെക്സ്റ്റിന് ഇന്ന കളർ കൊടുക്കണം, ഈ ഫോണ്ട് സ്റ്റൈൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഈസി ആക്കിയിട്ട് തരികയാണ് ക്യാൻവ നമുക്ക്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് എലമെൻറ്റുകൾ കാണാം. ഇതിനകത്ത് കുറേയൊക്കെ പ്രൊവേഷനാണ് കേട്ടോ. പ്രൊവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെയ്ഡ്, അതായത് ക്യാൻവയുടെ ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ നമുക്കത് അറിയാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഈ പ്രൊവേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഈ കാണുന്ന ടെംപ്ലേറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൊവേഷൻ എന്ന് പറയുന്നത് നോർമലി നമുക്ക് ക്യാൻവയ്ക്കകത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊവേഷൻ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മുടെ നോർമൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ വെച്ചിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപയാണ് നമുക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് വേറെ കുറേ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്ന ടേമുകളുണ്ട്. ഇപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ മോഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം പ്രൈസ് ഒന്നും വരില്ല. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റുകൾ നമുക്ക് എടുക്കാം. ഏതൊരു കാറ്റഗറി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്തും അതിൽ പെയ്ഡും അതേപോലെ തന്നെ ഫ്രീ ഉണ്ടായിരിക്കും കേട്ടോ. നല്ല ഡിസൈനുകൾക്കൊക്കെ പെയ്ഡ് ആയിരിക്കും. അതായത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പ്രൊവേഷൻ, ഇതൊന്നും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കിരീടത്തിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കണ്ടല്ലോ, ഒരു ക്രൗൺ നമുക്കിവിടെ കാണാം. സോ ഇത് നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് മാത്രമേ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് പറയുന്നുണ്ട് അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ക്യാൻവ നമ്മുടെ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്കത് ഒഴിവാക്കാതെ വിട്ടിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ഫ്രീ ആണ്. കണ്ടല്ലോ, ബ്ലാക്ക് മോഡേൺ ടെക്സ്റ്റഡ് എന്ന് പറയുന്നത് ഇത് ഫ്രീ ആണ്. ഈ ഫ്രീയും പെയ്ഡും നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്.
ഇവിടെ ഒരു പ്രോ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. ഇതൊന്നും എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അതൊക്കെ പ്രോ വേർഷൻ ഇതൊക്കെ നല്ല ടെംപ്ലേറ്റുകളാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സ്കില്ലെന്ന് പറയുന്നത് അതാണ്, നമുക്ക് ഗ്രാഫിക് ഡിസൈൻ സ്കില്ല് നമ്മുടെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ബിസിനസ്സുകാരുടെ കേസിൽ ഞാൻ പറഞ്ഞു, ബിസിനസ്സുകാർക്ക് ഇത് എവിടെയാണ് ബെനിഫിറ്റ് ആവുന്നത്? നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ മറ്റൊരു ഡിസൈനറെ നിങ്ങൾക്ക് പിന്നീട് ഹയർ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് സമയവും അതേപോലെ ഇതിലൊരു പാഷനും ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാനൊരു താല്പര്യം കൂടി വേണം. നമുക്കിങ്ങനെ അടിച്ച് ഏൽപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല ഈ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു താല്പര്യം വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജിന് പകരം മറ്റൊരു ഇമേജ് ഉപയോഗിക്കുമ്പോൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റിന് മറ്റ് സ്റ്റൈലുകൾ കൊടുക്കുമ്പോൾ, അപ്പോൾ നമുക്കതിലൊരു താല്പര്യം കൂടി വേണം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫ്രീലാൻസേഴ്സിനൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഡിസൈനേഴ്സിനെ ഏജൻസിനൊന്നും ഹയർ ചെയ്യാതെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് തന്നെ വളരെ അനായാസം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർസൊക്കെയാണ് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഇപ്പോഴത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഫ്രം സ്ക്രാച്ച് നമുക്ക് ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രം സ്ക്രാച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുതൽ അങ്ങോട്ട് ഓരോ എഫക്റ്റുകളാണെങ്കിലും ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ക്യാൻവ എന്ന് പറയുന്ന ഈ ടൂളിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് തരുന്നുണ്ട്. അത് ജസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യണം. ഇത് ഫ്രീ ടെംപ്ലേറ്റ് ആണ് കേട്ടോ. നമുക്ക് കസ്റ്റമൈസ് കണ്ട് ഇവിടെ ഇങ്ങനെ കാണാം. അതല്ല ഇത് പെയ്ഡാണ്, മീൻസ് പ്രോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറയും. എങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കസ്റ്റമൈസ്ഡ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടെംപ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഇതിനകത്തൊക്കെ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഫ്രീ ആണ്. ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ടെംപ്ലേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടെംപ്ലേറ്റ് ഇവിടെ വന്നിരിക്കുന്നു. ഇത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ഔട്ട് വേണ്ടത് ആ രീതിയിൽ നമുക്കിതിനെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ പോയി സൂം ചെയ്തിരിക്കുന്ന അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ്. നിങ്ങൾ മാക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമാൻഡ് യൂസ് ചെയ്യുക. അതല്ല എന്തെങ്കിലും വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഉണ്ടല്ലോ, സെൻറ്ററിൽ നമുക്ക് സ്ക്രോൾ ബട്ടൺ ഉണ്ടായിരിക്കും മൗസിന്. ആ സ്ക്രോൾ ബട്ടൺ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സോ നമ്മൾ അത് സൂം ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് വരുന്ന എഡിറ്റിങ്ങുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ നമ്പർ ഇവിടെ നിങ്ങൾ നൽകുന്നു. ദെൻ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ പേരോ എനിഹോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് ഫ്രം സ്ക്രാച്ച് കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ വീഡിയോകൾ കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു എലമെൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് പേര് കൊടുക്കാം കേട്ടോ. ഹോട്ടൽ 1 എന്ന് കൊടുക്കാം. ദെൻ താഴെ ഈ ഇമേജുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇമേജുകൾ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ പുറകിൽ കണ്ടല്ലോ, ഇതെല്ലാം തന്നെ നമുക്ക് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോഷോപ്പിലൊക്കെ നിങ്ങൾ ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും ലെയർ എന്താണെന്നുള്ളത്. ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റുകൾ, ഇതിനകത്ത് എന്തൊക്കെ എലമെൻറ്റുകളുണ്ടോ അതെല്ലാം സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എലമെൻറ്റുകൾ കോപ്പി ചെയ്യാനും അതുപോലെ ഈ എലമെൻറ്റിൻ്റെ സ്റ്റൈല് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എലമെൻറ്റിന് എന്തെങ്കിലും ഫോണ്ടിന് ഉദാഹരണത്തിന് സ്ട്രോക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, ഷാഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റൈൽസ് നമുക്ക് അതിൻ്റെ കോപ്പി ചെയ്യാൻ പറ്റും. ദെൻ അത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലൊരു പർട്ടിക്കുലർ എലമെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ എ റെയർ ടേസ്റ്റ് ഓഫ് യു കാൻ ഫൈൻഡ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. കണ്ടല്ലോ, ലെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. ഈ ഷോ ലെയേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ലെയറുകളും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഹോട്ടൽ 1 എന്ന് പറയുന്നതും പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വിസിബിൾ ആയിരിക്കും. അതായത് എക്സാക്റ്റ് ഒരു ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അതേ ലാഘവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാൻവയ്ക്കകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഫോട്ടോഷോപ്പ് പഠിച്ചെടുക്കുന്ന അത്രയധികം ബുദ്ധിമുട്ടില്ല. ഫോട്ടോഷോപ്പിൻ്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഡാഷ്ബോർഡൊക്കെ കണ്ടിട്ടുള്ള ആളുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിൽ ഒരുപാട് ടൂളുകളുണ്ട്, ഒരുപാട് ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അത്ര അധികം ടൂളുകളൊന്നുമില്ല. പിന്നെ മാത്രമല്ല നമുക്കിവിടെ ഒരുപാട് ഒട്ടനവധി ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ടെംപ്ലേറ്റ്സിൻ്റെ പുറമെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്യാൻവ ടെംപ്ലേറ്റ്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ക്യാൻവ ടെംപ്ലേറ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടെംപ്ലേറ്റുകൾ നമുക്ക് പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, പ്രോ വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ കണ്ടല്ലോ, ഇതൊക്കെ ഈ ഇമേജുകളും അതുപോലെ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് റീ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നമുക്ക് എങ്ങനെ ഈ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജുകൾ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ദെൻ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഫ്രം സ്ക്രാച്ചാണ് പഠിച്ചിരുന്നത്, അതായത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജിനകത്ത് ഇതെല്ലാം ആഡ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഇമേജുകൾ ഇവിടെ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടെംപ്ലേറ്റുകൾ, ഇവിടെ നമുക്ക് കണ്ടാൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ കണ്ടില്ല ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം, നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നത് ഏതൊരു കാറ്റഗറി നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സെൽഫായിട്ട് നിങ്ങൾ ഫ്രീലാൻസറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഇതിലും, ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റിൻ്റെയും അതേപോലെ മേക്ക് മണി ഓൺലൈൻ്റെ കോഴ്സുകൾ, അല്ലെങ്കിൽ വേർഡ്പ്രസിൻ്റെ കോഴ്സുകൾ, വേർഡ്പ്രസ്, അങ്ങനെ പല കണ്ടൻറ്റുകൾ നമുക്ക് ഇതിനകത്ത് നോട്ടെടുക്കാൻ പറ്റും. ഗാർഡൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദെൻ അക്വ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോസ്റ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതെടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രീ ആയിട്ട് ഒരുപാട് ഡിസൈൻ നമുക്ക് ലഭിക്കും. അതുപോലെ പ്രീമിയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. ഓക്കെ, വിച്ച് മീൻസ് നമുക്ക് ഇതിൻ്റെ പ്രീമിയം ഉണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 റുപ്പീസാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്ലാൻ ആൻഡ് പ്രൈസിങ്ങിൽ പ്രോ വേർഷൻ ഉണ്ടായിരിക്കും ഇവിടെ. കണ്ടല്ലോ, ഈ പ്രോ വേർഷൻ എന്നുള്ളതിൽ പോയിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. താഴെ വന്നു കഴിഞ്ഞാൽ കാണാം, ഏകദേശം ഒരു വർഷത്തിന് ഒരു പേഴ്സണ് 4000 രൂപ, ഒരു വർഷത്തിന് 4000, അത് 4000 പെർ ഇയർ ഫോർ 1 പേഴ്സൺ. ഒരു പേഴ്സണ് 4000 രൂപയാണ് അത് വരുന്നത്. ഓക്കെ, പ്രൊവേഷൻ ആക്കുന്ന സമയത്ത് അത് നമുക്ക് എഡ്യൂക്കേഷൻ അണ്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രൈസ് ഒന്നും കൊടുക്കാതെ ലഭിക്കും. വിച്ച് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾ ഈ ക്ലാസ് വിസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഏത് അഡ്മിൻ്റെ അണ്ടറിലാണ്, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എഡ്യൂക്കേഷൻ്റെ മീൻസ് നമുക്കിത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള അക്കൗണ്ടുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് നിങ്ങൾ അധിക പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. 4000 രൂപയൊന്നും വരില്ല, ഏകദേശം 500 രൂപയുടെ താഴെയായിട്ട്, 300 രൂപയുടെ താഴെയൊക്കെയായിട്ടാണ് മിക്കതും അതിനുള്ള എമൗണ്ട് വരാറുള്ളൂ. കാരണം 4000 രൂപയ്ക്ക് പകരം നമുക്ക് ജസ്റ്റ് ഒരു 300 രൂപ അല്ലെങ്കിൽ 200 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ലൈസൻസ് കിട്ടും. എഡ്യൂക്കേഷൻ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ പ്രൊവേഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കണ്ടൻറ്റുകളും നമുക്ക് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് നോക്കാം ഈ ഇമേജുകൾ എഡിറ്റ് ചെയ്യുന്ന വിധം. ഇപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് നമുക്കിത് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറാണ്, ഈ മൊബൈൽ നമ്പർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. നമ്മളിപ്പോൾ വൺ ടൈം നമ്മൾ നൽകിയ നമ്പർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇതിൻ്റെ പേര്, വെബ്സൈറ്റ് ഉണ്ട്, ഇതിൻ്റെ വെബ്സൈറ്റ് കൊടുക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് www.onehotel.com. ഫൈൻ, അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ മീൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് നമ്മളവിടെ കൊടുക്കുന്നു. ഇനി അടുത്തതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇമേജുകൾ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പോസ്റ്റാണ്, പക്ഷേ ഇതിനെ കംപ്ലീറ്റ്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടൻറ്റിൻ്റെ, മറ്റൊരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഫേമിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ മെനു ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഇതന്നെ നമുക്ക് കണ്ടൻറ്റുകളെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, വേറൊരു പോസ്റ്റർ, വേറൊരു ഡിസൈനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പോസ്റ്ററിനെ ട്രാവലാക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്തു, ദെൻ ഹോട്ടൽ, നമുക്കിതിവിടെ വൺ ട്രാവൽ എന്ന് കൊടുക്കാം കേട്ടോ. onetravel.com എന്നുള്ളത് നമ്മൾ നൽകി. ദെൻ ആഫ്റ്റർ ഇവിടെ ഒരു ഇമേജ് വരുന്നുണ്ട്, കണ്ടല്ലോ, ഈ ഇമേജ് വരുന്നുണ്ട്. ഇമേജിൻ്റെ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിറ്റാച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, കണ്ടല്ലോ, ഡിറ്റാച്ച് ഇമേജ് എന്നുള്ളത്. ഈ ഡിറ്റാച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന്, അതായത് ഈ ഷേപ്പിനകത്തുനിന്ന് ആ ഇമേജ് റിമൂവ് ആയി. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിലാണ് ഇപ്പോൾ ആ ഇമേജ് ഇരിക്കുന്നത്, കണ്ടല്ലോ, ഇവിടെ പുറത്താണ് ഇപ്പോൾ ആ ഒരു ഇമേജ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ 3 ഇമേജുകളും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. ഡിറ്റാച്ച് ഇമേജ്, ദെൻ ഡിലീറ്റ് ഇറ്റ്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിറ്റാച്ച്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇമേജുകൾ ആഡ് ചെയ്യേണ്ട 4 പോർഷൻ ഉണ്ട്. 3 ഈ സർക്കിൾസും അതുപോലെ ഈ ഒരു പുറകിലുള്ള ഷേപ്പും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കത് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ 2 വലിയ, ഇപ്പോൾ ഈ ഒരു ഇമേജും ദെൻ നമുക്ക് ഈ ഒരു ഇമേജ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ ആഫ്റ്റർ നമുക്ക് ഈ എലമെൻറ്റ്സിലേക്ക് വന്നതിന് ശേഷം, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമേജുകൾ എടുക്കുന്ന വിധം. എലമെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാവൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകൾ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നു. ഈ ഫോട്ടോസ് എടുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രീമിയം വേർഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ഫോട്ടോസ്, വീഡിയോസ്, ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കുന്നത് ഓൾമോസ്റ്റ് മെജോറിറ്റി വീഡിയോകളും പ്രീമിയം ആയിരിക്കും. കണ്ടല്ലോ, ഇതൊക്കെ പ്രൊവേഷനാണ്. ഇതെല്ലാം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവേഷൻ വേണം. ഇത് നമ്മളെ പ്രൊവേഷൻ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു വാട്ടർമാർക്ക് വരും.
നമ്മുടെ ക്യാൻവയുടെ ഒരു വാട്ടർമാർക്ക് വരും. ഈ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രോബ്ലം. കണ്ടല്ലോ, ഇവിടെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വാട്ടർമാർക്ക് റിമൂവ് ആവണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ റിമൂവ് വാട്ടർമാർക്ക് ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം പർച്ചേസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പ്രൊവേഷൻ പർച്ചേസ് ചെയ്യാൻ പറയും. 4000 രൂപയാണ് പ്രൊവേഷന്. അത് പേഴ്സണൽ കേട്ടോ, അത് പേഴ്സണൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമുക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ടൈം ആയാലും മതി. എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, പലരും നല്ല പ്രൈസ് ഒരു 500 രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ടൊക്കെ തന്നെ പലപ്പോഴും വരാറുള്ളൂ. 300 രൂപ 200 രൂപയ്ക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഫോട്ടോസിൽ വന്നിരിക്കുന്നതിൽ നിന്നും ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 1-2 ഇമേജുകൾ നമുക്ക് എടുക്കാം. ഇതെല്ലാം പ്രീമിയമാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഇമേജ് നമുക്ക് എടുക്കാം ഫസ്റ്റ്. ഇത് ഫ്രീ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇമേജ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഷേപ്പിൻ്റെ ഉള്ളിലേക്കാണോ നമുക്കത് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്കാണ്, അതായത് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഷേപ്പിൻ്റെ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് തന്നെ അതിൽ ഫില്ലായിട്ട് നമുക്ക് കാണാം. ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് ആ സർക്കിളിൻ്റെ ഉള്ളിലും, അതുപോലെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ അത് ഫില്ലായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ സർക്കിൾ, അതുപോലെ ഇപ്പോൾ ചെറിയ സർക്കിൾ, ദെൻ മുകളിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, അത് നേരെ കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ഒരു 2 ഇമേജിനകത്തേക്കുള്ള, അല്ലെങ്കിൽ ഈ ഷേപ്പിനകത്തേക്കുള്ള 2 ഇമേജുകൾ നമുക്ക് ആഡ് ചെയ്യണം. ഇതെല്ലാം നല്ല കണ്ടൻറ്റുകൾ, അതായത് നല്ല മീൻസ് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള കണ്ടൻറ്റുകളായി ഫീൽ ചെയ്യുന്നതൊക്കെ പ്രീമിയം വേർഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ ഓക്കെ, ഈ ഒരു ഇമേജ് എടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം. കണ്ടല്ലോ, ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഇമേജിനെ നമ്മൾ ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ഇനി ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഷേപ്പ്, ഇത് നമുക്ക് കുറച്ചുകൂടി വലുതാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ഇപ്പോൾ ആ ഒരു ആളുകളെ കാണുന്ന രീതിയിൽ, അവിടെ ഇരിക്കുന്ന ആളുകളെ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇമേജിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, ദെൻ ആഫ്റ്റർ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോവുകയും ചെയ്യും. ഇതൊക്കെ നല്ല ഇമേജാണ് കണ്ടല്ലോ. നമുക്ക് ഈ ടൂറിസ്റ്റ് ആ ഒരു ഇതിനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇമേജാണിത്. പക്ഷേ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വാട്ടർമാർക്ക് വരും. കണ്ടല്ലോ, ക്യാൻവ എന്ന് പറയുന്ന വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ലൈൻസും ഇതുപോലെ വരും. അപ്പോൾ അത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോ വേർഷൻ വേണം. പ്രോ വേർഷൻ അത് നമുക്ക് പേഴ്സണൽ വേർഷൻ തന്നെ വേണമെന്നില്ല, എഡ്യൂക്കേഷൻ മോഡ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ദെൻ നമുക്ക് ഫ്രീ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഇമേജ് നോക്കാം. ഈ ഫ്രീയിലേക്ക് പോകുന്ന സമയത്തല്ല അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. വിച്ച് മീൻസ് നമുക്ക് നല്ല ഇമേജുകളൊക്കെ ഇത്തരത്തിൽ പ്രീമിയം കണ്ടൻ്റ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ഇമേജാണ്, ഇതിനെ കൊടുക്കാൻ പറ്റിയിട്ട് നല്ല ആപ്റ്റായിട്ടുള്ളൊരു ഇമേജാണ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ട്രാവൽ എന്നുള്ളതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഇമേജ് തന്നെയാണ്. പക്ഷെ അത് ക്യാൻവയുടെ ഇത് കണ്ടല്ലോ, അതിൽ വന്നിരിക്കുന്ന വാട്ടർമാർക്ക്, അപ്പോൾ അതുള്ളത് കൊണ്ട് അതിൻ്റെ ഭംഗീനെ അത് ബാധിക്കും. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, then ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോ വേർഷനകത്തേക്ക് പോകാം. സോ ഇവിടെ നമുക്ക് ഏതൊരു ഇമേജ് എടുക്കുന്ന സമയത്തും ഈ പ്രീമിയത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഞാൻ പ്രീമിയം വേർഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പ്രീമിയം വേർഷൻ്റെ ടാബിനകത്തേക്ക് പോകാം. അവിടെ വന്ന സമയത്ത് നമുക്കിതെല്ലാം മീൻസ് പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ കണ്ടൻറ്റുകളൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അതിനകത്ത് ഇമേജുകൾ അധികം അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, ഫ്രീ വേർഷനിൽ അധികം ഇമേജുകൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ മോഡിലേക്ക് അല്ലെങ്കിൽ പ്രീമിയം പ്രോ വേർഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടല്ലോ, നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെ നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏതും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഏത് ഡിസൈനും നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ നമുക്ക് കണ്ടിരുന്ന പോലുള്ള ഒരു ക്രൗണൊന്നും ഇവിടെ കാണുന്നില്ല. ബിക്കോസ് ഇത് നമുക്ക് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ ഏത് കണ്ടൻറ്റ് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം, ഔട്ട് എടുക്കാം. ഇവിടെ നേരത്തെ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഡിസൈൻ നമുക്കിവിടെ കസ്റ്റമൈസ്ഡ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പല മേഖലയിലേക്ക് അല്ലെങ്കിൽ പല രീതിയിലേക്ക് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മെനു ആണ്, അല്ലെ, ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മെനു ആണ്. ഇതേ ഡിസൈൻ അല്ലെങ്കിൽ ഇതേ ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രാവൽ നിഷിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം അതിൻ്റെ നമ്പർ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ നമ്പർ എന്നുള്ളത് കൊടുക്കുക. ദെൻ അതിനുശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ പോർഷനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്നിങ്ങനെ താഴേക്ക് മൂവ് ചെയ്യാം.
മൊബൈൽ നമ്പർ വയ്ക്കുന്നു. ദെൻ ഇവിടെ ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ടെക്സ്റ്റുകളൊക്കെ ഇതൊക്കെ പ്രീമിയം കണ്ടൻറ്റുകളാണ്. ഈ കാണുന്ന നിജു എന്ന് പറയുന്ന കണ്ടൻറ്റുകളൊക്കെ പ്രീമിയമാണ്. അതൊന്നും ശരിക്കും നമുക്ക് നോർമലിൽ ഇതിന് മുൻപ് നമ്മൾ എടുത്തിരുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അതിനകത്ത് നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതെൻ്റെ പ്രൊഫഷണൽ അക്കൗണ്ട് ആയതുകൊണ്ടാണ് എനിക്കിതെല്ലാം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം അവിടെ ഡിസേബിൾ ചെയ്ത് കിടക്കുകയായിരിക്കും, നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഫ്രീ വേർഷൻ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ലൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ലൈക്ക് ഈ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ പേര് കൊടുക്കുക. ഞാനിവിടെ ABC ട്രാവൽ എന്നാണ് നെയിം കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കേട്ടോ. ദെൻ അത് നമുക്ക് ചെറുതാക്കി വെച്ചിട്ട് അവിടെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ നമുക്കിവിടുന്ന് മാറ്റാവുന്നതാണ്. കണ്ടില്ല, ABC ട്രാവൽ എന്നുള്ള ഒരു നെയിം നമ്മളിവിടെ മുകളിൽ കൊടുത്തു. ദെൻ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഈ ഡിസൈനുകൾ എടുക്കാതെ നമുക്ക് ബ്ലാങ്ക് ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ട ആളുകൾക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ് ബ്ലാങ്ക് ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ നമുക്ക് ഇമേജുകളൊന്ന് ചേഞ്ച് ചെയ്യാം. നേരത്തെ നമുക്ക് ഈ ഇമേജിൻ്റെ കേസ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രീമിയം അക്കൗണ്ടിനകത്തേക്ക് വന്നത്. കാരണം നമുക്ക് നല്ല ഭംഗിയുള്ള ഇമേജുകളൊക്കെ പ്രീമിയം വേർഷനകത്ത് മാത്രമേ ലഭിക്കുന്നുള്ളൂ. സോ എലമെൻറ്റ്സിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ ട്രാവൽ ഒന്ന് സെർച്ച് ചെയ്യാം. ദെൻ ഫോട്ടോസ്. ഇപ്പോൾ കണ്ടില്ല, ഇതെല്ലാം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ നമുക്ക് ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ മോഡലൊക്കെ എന്ന സമയത്ത് ഈ ഫയലുകളൊക്കെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പുറകിൽ ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിൻ്റെ പോർഷൻ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ സൈസോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ സുഹൃത്തിൻ്റെ മുഖം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഫേസ് അവിടെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് നമുക്കത് ഫൈൻഡ് ചെയ്യാം. ദെൻ ഈ ഇമേജുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഈ ഇമേജുകൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഡിറ്റാച്ച് ഇമേജ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ മുകളിൽ നമുക്ക് കൊണ്ടുവരുന്ന ഇമേജ് പ്ലേസ് ആവും. പക്ഷേ അനാവശ്യമായിട്ട് നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ലെയേഴ്സ് നമ്മുടെ ഡിസൈനകത്ത് ഉണ്ടായിട്ട് നമുക്ക് ഒരു കാര്യമില്ല, ബിക്കോസ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട്. സോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം. ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഇതിനകത്തേക്ക് മറ്റൊരു ഇമേജ് കൊടുക്കാം. ഈ പ്രൊഫഷൻ ആവുന്ന സമയത്ത് നമുക്കിതാണ് ബെനിഫിറ്റ്. ഏതൊരു ഇമേജ് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. മറ്റേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എലമെൻറ്റുകൾ മാത്രമേ നമുക്കവിടെ ഫ്രീ വേർഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഫ്രീ ക്യാൻവയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എലമെൻറ്റുകൾ മാത്രമായിരിക്കും അവർ ഓപ്പൺ ആക്കി തരുന്നത്. ബാക്കിയൊക്കെ ഈ പ്രീമിയം വേർഷനകത്തായിരിക്കും. ഈ പ്രീമിയം ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 4000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഒരു വർഷത്തിന് 4000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് എഡ്യൂക്കേഷൻ മോഡാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ മോഡാണെന്നുണ്ടെങ്കിൽ അത്ര പ്രൈസ് വരില്ല. ഓക്കെ, ദെൻ ഈ ഒരു ഇമേജ് എടുക്കാം. ഓക്കെ, അങ്ങനെ 3 ഇമേജുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ. ഒരു ട്രാവലിൻ്റെ ഒരു ടേമിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ട്രാവൽ 2024 ബെസ്റ്റ് പാക്കേജസ് എന്ന് കൊടുത്തു. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ഡിസൈനുകൾ ചെയ്തിട്ട് നമ്മുടെ അഡ്മിന് അയക്കണം എന്നുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നല്ല വേർത്തായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചുമ്മാ അങ്ങനെ കണ്ടിരുന്നാൽ മാത്രം നമുക്കത് പഠിയില്ല. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് നമ്മുടെ മീൻസ് ഒരു സ്കില്ല് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തുകയുള്ളൂ. മറ്റേ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഫ്രീ വേർഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാടൊക്കെ എലമെൻറ്റുകൾ കിട്ടും. നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ സാധിക്കും. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം എടുക്കാം. ഇന്ന ഇതൊന്നുമല്ല, നമുക്ക് ഏത് ഡിസൈൻ എടുത്തിട്ട് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇമേജുകൾ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഈ ഒരു പോർഷൻ മാത്രം നമുക്കൊന്ന് സൈസ് കൂട്ടാം കേട്ടോ. ട്രാവൽ 2024 ബെസ്റ്റ് പാക്കേജസ് കൊടുത്തിട്ടുണ്ട്.
travel the world with us. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് മെനുവിനെയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് പുറകിൽ കണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഒരു ബ്ലാക്ക് കളറാണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മറ്റേതിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നൽകാം. അപ്പോൾ നമ്മുടെ ട്രാവലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് കളറിന് പകരം ഒരു ചെറിയ രീതിയിൽ കളർഫുള്ളായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ക്യാൻവയ്ക്കകത്തുള്ള ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല നമുക്കൊരു ഫീച്ചറായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മളൊരു ഫോട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ ഫോട്ടോസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഈ ഫോട്ടോ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് അകത്ത് വരുന്ന കളറുകൾ ഏതൊക്കെയാണെന്നുള്ള ഇവരിങ്ങനെ ലിസ്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് എപ്പോഴും ചെറുതാക്കി നോക്കുന്ന സമയത്താണ് എങ്ങനെയുണ്ട് ഭംഗിയുള്ളതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ, എത്രത്തോളം അതിൻ്റെ ഭംഗി ആയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ സമയം എടുത്ത് വർക്ക് ചെയ്യുക. ബിക്കോസ് നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സിനകത്തൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് എൻഡ് ചെയ്യാം. വിച്ച് മീൻസ് ട്രാവൽ ദ വേൾഡ് വിത്ത് അസ് എന്നുള്ളത് നമ്മൾ കൊടുത്തു, 2024 എന്ന് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഈ ഷേപ്പിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം കേട്ടോ. ഷേപ്പിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു ഗ്രേഡിയൻ്റ് മറ്റൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നൽകാം. ഗ്രേഡിയൻ്റിനേക്കാൾ ബെറ്റർ ഒരു പ്ലെയിൻ കളർ, ലൈറ്റ് ആയിട്ടുള്ളൊരു പ്ലെയിൻ കളർ കൊടുക്കാം. ദെൻ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അലാസ്ക USA. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള നല്ല ഔട്ട്. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് വേണ്ടിയും കണ്ടൻറ്റുകൾ ഒഴിവാക്കണം കേട്ടോ. അതായത് ഇവിടെ കണ്ടല്ലോ ഈ ഷേപ്പുകൾ, ഇത് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ 1-2 എലമെൻറ്റുകൾ അത്തരത്തിൽ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിന് പകരം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എലമെൻറ്റ്സിലേക്ക് വന്നിട്ട് ട്രാവൽ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഇമേജിൻ്റെ പകരം ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഗ്രാഫിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഈ ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കുകൾ ഉണ്ടായിരിക്കും. അത്തരം ഗ്രാഫിക്സൊക്കെ നമുക്ക് കൊടുക്കാം. ഈ എലമെൻ്റ് ഒന്നും നമുക്ക് അവിടെ പ്രീമിയം വേർഷനിൽ അവൈലബിൾ അല്ല കേട്ടോ. സോറി, പ്രീമിയം അല്ല, ഫ്രീ വേർഷനിൽ അവൈലബിൾ അല്ല. പ്രീമിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ടൻറ്റുകളൊക്കെ നമുക്ക് എക്സാക്റ്റ് ലഭിക്കുന്നുള്ളൂ. ദെൻ ഈ ഒരു ഫയൽ, ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ട്രാൻസ്പെറൻസി എടുത്തിട്ട് ഒന്ന് കുറച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലായിട്ട്, നമ്മുടെ ഇമേജിൻ്റെ പുറകിലായിട്ട് അതങ്ങനെ വിസിബിൾ ആയിക്കോളും. ഓക്കെ, നമ്മുടെ ABC ട്രാവൽ എന്നുള്ള ഈ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു കളർ മോഡിലേക്ക് അതിന് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് കളർ പിക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പിക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു കളറാണ് എനിക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ പിക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്കിത് പിക്ക് ചെയ്യാം. ഓക്കെ, നേരെ പിക്ക് ടൂൾ കൊടുക്കുന്നു, ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ABC ട്രാവൽ എന്നുള്ളതിന് കണ്ടല്ലോ, ഇവിടുത്തെ ഈ ഒരു കളർ നമ്മുടെ ഫോണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസൈൻ ടെക്സ്റ്റിന് വന്നിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ എലമെൻറ്റുകളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡായിരുന്നു ഇത്. ഓക്കെ, റെസ്റ്റോറൻറ്റ് മെനു കാർഡായിരുന്നു ഇത്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഒരു ട്രാവൽ പോസ്റ്റർ അല്ലെങ്കിൽ ട്രാവലറിൻ്റെ ഒരു മെനു കാർഡ് മോഡലാക്കിയിട്ട് മാറ്റി, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി നമുക്കിതൊക്കെ എഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഒരു വീഡിയോ ഇങ്ങനെ ഒരുപാട് ലെങ്ത്ത് പോകേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിൽ എഡിറ്റ് ചെയ്തത്. നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ A എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് എഡിറ്റ് ചെയ്യാം.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ക്യാൻവയ്ക്കകത്ത്. അപ്പോൾ ഇത് ഫോട്ടോഷോപ്പൊക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം മൂവ് ടൂള്, സെലക്ഷൻ ടൂള്, അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ ഇങ്ങനെ കയറി വരണം. ലാസോ ടൂള്, ക്വിക്ക് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂളുകൾ ഇങ്ങനെ പഠിച്ച് വരണം. എന്നിട്ട് അതിൻ്റെ എൻഡ് ആവുന്ന സമയത്താണ് നമുക്ക് നല്ലൊരു ഡിസൈനറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻസ് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ടൈമിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രം സ്ക്രാച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലാ കണ്ടൻറ്റുകളും ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്തു, ഒരു ബ്ലാങ്ക് പേജാക്കി മാറ്റിയതിനെ. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രം സ്ക്രാച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ട്രാവലിൻ്റെ പോസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാ എലമെൻറ്റും ഇപ്പോൾ പ്രീമിയം വേർഷൻ, ഇപ്പോൾ ഈ അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രോ വേർഷനാണ്. നമ്മുടെ ഫ്രീ വേർഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രീ വേർഷനകത്ത് നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ എലമെൻറ്റുകൾ കണ്ടല്ലോ, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ഫ്രീ അക്കൗണ്ടാണ് കേട്ടോ, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനാണ്. ഇവിടെ ഈ എലമെൻറ്റ്സിലേക്ക് ഗ്രാഫിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഈ ഗ്രാഫിക്സിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇത് കണ്ടല്ലോ, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡിസൈനാണിത്. ഇതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വാട്ടർമാർക്ക് വരും. കണ്ടല്ലോ, ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർമാർക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതേ ഡിസൈൻ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഡിസൈനകത്ത് നമുക്കിവിടെ കണ്ടല്ലോ, ഇതിന് ഒരു വാട്ടർമാർക്കും ഇല്ല. കണ്ടല്ലോ, അതിൽ നമുക്ക് ഒരു വാട്ടർമാർക്കില്ലാണ്ട് നമുക്ക് എടുക്കാൻ സാധിച്ചു. അതാണ് ഇതിൻ്റെ പ്രീമിയം മോഡെന്ന് പറയുന്നത്. 4000 റുപ്പീസ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ക്യാൻവ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയധികം എലമെൻറ്റ്സ് ഈ ഗ്രാഫിക്കിൻ്റെ കേസിലൊക്കെ എസ്പെഷ്യലി കണ്ടല്ലോ, ഇതെല്ലാം പ്രീമിയം കണ്ടൻറ്റുകളാണ്. ഇത് നമുക്ക് എഡ്യൂക്കേഷൻ മോഡിലിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്കത് ഔട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, കാരണം എഡ്യൂക്കേഷൻ മോഡ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. ഈ എലമെൻറ്റുകളിലേക്കും അതുപോലെ വീഡിയോ ഫയലുകളിലേക്കൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. ക്യാൻവ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ മാത്രമല്ല, വീഡിയോ എഡിറ്റിംഗ് ടൂൾ കൂടിയാണ്. നമുക്ക് വീഡിയോസും ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് അതൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ ഫ്രീ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കണ്ടൻറ്റുകളൊക്കെ പ്രീമിയം വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇമേജ് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇമേജാണത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ക്യാൻവയുടെ വാട്ടർമാർക്ക് വരും. അപ്പോൾ ഈ വാട്ടർമാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡിസൈൻ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. നമ്മൾ ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ലൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഇമേജ് എന്ന് മാത്രമല്ല എല്ലാ സെക്ഷനും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് അവസ്ഥ. ട്രാവലിൻ്റെ റിലേറ്റീവ് ഇപ്പോൾ ട്രാവലിൻ്റെ ഒരു പരസ്യം നിങ്ങൾക്ക് ചെയ്യണം, ട്രാവൽ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വീഡിയോകൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസിങ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതെടുക്കുന്ന സമയത്ത് കണ്ടില്ല, ഒട്ടുമിക്ക എല്ലാ ഫയലുകളും എന്താണ് പ്രോ വേർഷനാണ്. അതായത് 4000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് ആക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് എഡ്യൂക്കേഷൻ മോഡാണ്. ഇപ്പോൾ ഇത് എഡ്യൂക്കേഷൻ മോഡാണ്. ഇതിൻ്റെ വീഡിയോസ് നമുക്ക് നോക്കാം. അല്ല, ഇവിടെ വീഡിയോ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, കാരണം ഇത് എഡ്യൂക്കേഷൻ മോഡായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കൊക്കെ ആക്സസ് ഉണ്ട്. വിച്ച് മീൻസ് നിങ്ങളുടെ അഡ്മിനൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും എഡ്യൂക്കേഷൻ്റെ പാക്കേജുകൾ. എഡ്യൂക്കേഷൻ മോഡായിട്ടുള്ള പ്രീമിയം നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് 4000 രൂപയൊന്നും വേണ്ടി വരില്ല. ചെറിയ പ്രൈസിനൊക്കെ 500 രൂപ 300 രൂപയുടെയൊക്കെ താഴേക്കായിട്ട് തന്നെ പലരും ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇങ്ങനെ ഈ ടെംപ്ലേറ്റ്സ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കണ്ടൻറ്റ് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഈ ഒരു ഇമേജ് നമ്മളിവിടെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇമേജിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് മാത്രമായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഡിസൈന് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഒരു ഷേപ്പ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് കളർ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഈ ആളെ മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ഇമേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ BG റിമൂവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അത് പ്രോ വേർഷനാണ് കേട്ടോ, സോറി. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ അക്കൗണ്ടിനകത്ത് തന്നെ ചെയ്യാം. സോ ഫ്രീ വേർഷൻ അത് അവൈലബിൾ അല്ല, നമുക്ക് ഇതിനകത്ത് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ പ്രോ വേർഷൻ അക്കൗണ്ടാണ്. സോ ഇതിനകത്ത് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു. ദെൻ ഇമേജ് ആഡ് ചെയ്തിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ എഡിറ്റ് ഇമേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ BG റിമൂവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രീമിയം വേർഷനാണ് അലോട്ട്. ഞാൻ ഇവിടെ നേരത്തെ നോക്കുന്ന സമയത്ത് ഫ്രീ വേർഷനിൽ കിട്ടുന്നില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ ക്യാൻവ പ്രോ ടേമിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ. സോ നമുക്ക്
ഇത് ക്യാൻവ പ്രോ അക്കൗണ്ടാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്യാൻവ പ്രോ അക്കൗണ്ടാണ്. ഇതിൽ നമുക്ക് നോക്കാം. ബീജ് റിമൂവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ലോഡ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോഡായിട്ട് കണ്ടല്ലോ. ആ ആളെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എലമെൻറ്റുകളൊക്കെ റിമൂവ് ആയിട്ട് പോകും. ഇത് നമുക്കിവിടെ വളരെ യൂസ്ഫുൾ ആവുന്നൊരു ഫീച്ചറാണ് ശരിക്കും. ഇപ്പോൾ ഇത് ഈ ഒരു ഇമേജിലുപരി നമുക്ക് ഫുഡിൻ്റെ ഇമേജുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫുഡ് ഒന്ന് സെർച്ച് ചെയ്തു. ഈ ഒരു ഇമേജ് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് ഈ ഒരു ഇമേജ് നമുക്ക് ആവശ്യമുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ ഇമേജിൻ്റെ തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്ലേറ്റിൻ്റെ ഈ പോർഷൻ മാത്രം നമുക്ക് മതി, ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം നേരെ ഈ ബീജ് റിമൂവറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് ലോഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയും. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ ഇമേജ് ഇങ്ങനെ ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ പ്രോ വേർഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ എഡിറ്റ് സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇതെല്ലാം തന്നെ പ്രോ വേർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ, ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്, ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ രണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്താകുമ്പോൾ പ്രോ വേർഷൻ ആവുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ദെൻ ആഫ്റ്റർ നമുക്ക് നാളത്തെ ക്ലാസ്, ഇപ്പോൾ ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. അതുപോലെ ബ്ലാങ്ക് ഒരു പേജിനകത്തു നിന്നും എങ്ങനെ ഫ്രം സ്ക്രാച്ച് ഒരു ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഡേ 1 ഡേ 2 കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡേ 3 ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യുന്ന ടേം ഈവൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രീ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ വേർഷനകത്തും കുറേയൊക്കെ ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പ്രോ വേർഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇത് ഉപയോഗിക്കാം, എല്ലാ ടെംപ്ലേറ്റ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു ഫയൽ ഒരു ഔട്ട് എടുത്തതിന് ശേഷം നമ്മുടെ അഡ്മിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെ റവന്യൂ ആക്കാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞതുപോലെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം.